എന്തേടി മുറുക്കീന് ജസിക്കല്ലോ. ആരാ പെയ് വരുന്നു? ആശിയെ ആരാണ്? പൊന്നാർച്ച മാണിക്കല്ലേ എവിടുക്കാ നമ്മള് പോണതായി എന്ത് പറ മൂച്ചി പിരാന്തന്റെ ആ പേരൊന്നും പാടെ പറഞ്ഞ അത് കിട്ടൂല. അപ്പൊ ആസിന്റെ ഹോസ്പിറ്റലിൽ ഇന്ന് പ്രസവവും കാര്യങ്ങളൊക്കെ നടന്നെന്നാ പറഞ്ഞത്. എന്തായാലും പിന്നെ കുട്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ജസിയെ കജും ബിസിയെ പോണത് എന്താ കൊണ്ടുപോകുക? പിന്നെ പാട വാങ്ങണ്ട. ആ പന്നി ഒരു സാധനം ഇങ്ങോട്ട് തരലില്ല. ഓ അങ്ങോട്ട് വരുമ്പോ ഇന്നേ വരെ പിന്നെ മുട്ടായി വരെ കൊടുത്തിട്ടില്ല. ഓ ആകെ 2 പയമ്പൊരി കഴിഞ്ഞാണ്ട് ഒരു ദിവസം വന്നീനെ പറ്റി പിന്നെ പറയണത്. വണ്ടി പൈസ ഉണ്ടല്ലോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ആശിക്ക് ഇപ്പൊ ഞാൻ പെട്ടിരുന്നില്ല. ആശി പോകാനേക്കണ്. ഇനി കൂടുതൽ ദിവസമൊന്നുമില്ല അല്ലേ? ഇന്നലെ ഒരു കമന്റ് വെറൈറ്റി മീഡിയന്റെ ഇടയിൽ കമന്റ് വന്ന് വെച്ച് കണ്ടോ? നിങ്ങള് യൂട്യൂബില് നിങ്ങൾ ദിവസം വീഡിയോ ഇടണം വീഡിയോ ഇടണം. അല്ല അന്നേരം സുഖമില്ലാതെ പടം പുട്ട് കടന്നുറങ്ങിയിരുന്നു. തീരെ സുഖം ഉണ്ടായിരുന്നില്ല മക്കളെ. ഹോസ്പിറ്റലിൽ 2 വട്ടം ഹോസ്പിറ്റലിൽ പോയത്. ഓളെ തലവേദനയും മറ്റേത് മറിച്ച് കയറുന്നുണ്ട്. അല്ല കാക്കട്ടെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. സാധനം വാങ്ങിയാ? മാഷാ അല്ലാ. 2 കൂട്ടോ? എന്താ അല്ല എന്റെ വക ഇത് കൊടുക്കണേ ഞാനിത് ഒന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ലല്ലോ. എന്തൊക്കെ കൊല്ലാത്ത ജാതിയേട്ടാ. ആശേ വല്ലതും നടക്കുവോ? 5 വർഷത്തെ ആശിന്റെ ഹോസ്പിറ്റലാണിത്. ആശി ഇപ്പോഴൊക്കെ ഖത്തറിലൊക്കെ ആയി. പിന്നെ ഖത്തറിലല്ല അബുട്ടിക്കാന്റെ വലിയ ആളായി മാറിയിരിക്കണം. അബുട്ടിക്കാനൊന്നും ഇനി കാണാണ്ടിച്ച് കുഞ്ഞോളെ ചോദിക്കാൻ പറഞ്ഞു. തന്നെ പ്രസവിച്ചോടത്തും പിന്നെ ലിപ്റ്റിക് എന്നാണ് പറഞ്ഞത്. അഞ്ചേ ലാബ് റൂമിനൊന്നും ഇങ്ങനെ ജയ് ഹിന്ദ് ജയ് ഹിന്ദ് പേര്. എന്തിനാ ഇവിടെ നിക്കുന്നത്? ഇപ്പൊ ഞാൻ തൂക്കി പിടിച്ചാണ്ട് ഞാൻ കയറിയട്ടെ നിറ്റാളെ. എന്തായാലും കുട്ടി ഓൻ വരുമ്പോ ഞങ്ങള് പോവാണോ? വരണ്ടാണോ? കുട്ടി വരല്ലേന്ന് പറയാ. കട്ടകാനുണ്ടോ? താഴണ്ടോ? എന്ത് സൗമ്യനെ കാണാൻ വയ്ക്കത്ര. അപ്പൊ എന്താണ് അത് ഇവിടുത്തെ തൊട്ടിയാണ്. നമ്മളെ ഇവിടുത്തെ കമ്പനി തൊട്ടിയാണ്. അല്ല ടിഷ മാറ്റിയപ്പോ ഇത് അമ്പ്രു കുംബ്രു ചമ്പ്രു. അമ്പ്രു കുംബ്രു ചമ്പ്രു ആണ് ഈ നിൽക്കുന്നത്. അമ്പ്രു കുംബ്രു ചമ്പ്രു അമ്പ്രു കുംബ്രു ചമ്പ്രു അമ്പ്രു കുംബ്രു ചമ്പ്രു. മേഡം ഇവിടെ ഉണ്ടോ? ഞാൻ 402 മേഡം. ഞാൻ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇങ്ങോട്ട് വരും.
അല്ല കുഞ്ഞോളെ പ്രസവമൊക്കെ എങ്ങനെയായിരുന്നു? ഹാപ്പിയല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ, റാഹത്തല്ലേ? എന്താ പിന്നെ ചായ കുടിച്ചാൻ പോയിരുന്ന വഴിയിലാകുമ്പോഴത്തോടെ പ്രസവം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കഴിഞ്ഞു. എടുത്തോ കുട്ടിയെടുത്താടി കുട്ടിനോട് എടുക്കണ്ട പിന്നെ ഫോൺ കൊടുക്ക്. ഐ ലവ് യു കൊടുക്ക്. ജെസ്സിക്കും വിശേഷം ഉണ്ടായിരുന്നില്ല? 4 മാസം വിശേഷം ഉണ്ടാവും. അതല്ല ആ മുട്ടായി അതാ ഷുഗർ ഫിൽസ് എന്നാ ഐരിയ ഇഷ്ടപ്പെട്ടു കുട്ടിനെ? ഞാൻ അന്നേ പറഞ്ഞിരിക്കണത് പെൺകുട്ടിയാണ്. ഞാൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു നാളെ കളിച്ചാൻ നിക്കണ്ട. അർച്ചിഫ് പറഞ്ഞേ ഇതുകൂടി ആണാണെങ്കിൽ ഹോസ്പിറ്റലിൽ കത്തിച്ചു അന്നി കത്തിച്ചു പറഞ്ഞോട്. ഇന്നലെ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന്. എന്താ അതൊക്കെ ഉണ്ടല്ലേ മുടിയൊക്കെ സുന്ദരി വാവ. കുഞ്ഞോളെ പൈസ വല്ലാതെ മുട്ടായി കൊടുക്കണ്ടല്ലോ. കൊറേ അങ്ങനെ കാണണേ വാപ്പാന്റെ സ്വഭാവം ഉണ്ടേ. ജിബ്രോ എന്താ വർത്താനം? ഞാനേ 4 ബാക്കാണ് ബഹ്റൈനിൽ കൊണ്ടുപോയത് ഞാന്. ഓ 4 നമ്മളെ ഇമ്മു വച്ചിട്ട് കുറച്ച് മുന്നങ്ങൾ വന്നിരുന്നല്ലോ. അന്ന് ഇമ്മു മീൻ കൊറേ കെട്ടിപ്പിടിച്ച് വർത്താനം അതെ അതെ നല്ല വർത്താനം പറയുമോ ജിബ്രോ? ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് 4 മണിക്ക് ശേഷം ഇങ്ങോട്ട് പോന്നാ മതി അറിഞ്ഞോട്. രാവിലെ തന്നെ പോരണ്ട അറിഞ്ഞോട്. ഡോക്ടറോ ഉണ്ടാവുക എവിടെ പിരാന്തന എവിടെയാണ്? അപ്പൊ നമ്മളെ കുട്ടിനെ പിന്നെ മാണിക്കല്ലിനെ കണ്ടില്ല നിങ്ങള്? നമ്മള് എന്തായാലും നമ്മൾ ആലോചിച്ച പോലെ പെൺകുട്ടിയാണ്. പക്ഷെ ഒരു കേടും പാടില്ലാതെ പ്രസവിക്കണമെന്ന് നമ്മൾ ആഗ്രഹം. അത് കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞു വളരെ ഭംഗിയായിട്ട് പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി പ്രസവിച്ചു. അതിന് നന്ദി അറിയിക്കുന്നത് ഈ ഹോസ്പിറ്റൽ അതിന് പിന്നെ നന്ദി അറിയിക്കുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനോടും അതുപോലെ സുഖപ്രസവം നടത്തിയ എന്താണ് അവനോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല ഈ പ്രസവത്തിന് മോനെ വരുത്താനുള്ള കാരണം കറക്റ്റ് ടൈമൊക്കെ എത്തിയാന്. ഇത് ഞാൻ കയ്യിൽ സിസ്റ്റർമാരെ കയ്യും കാലൊക്കെ കുടിച്ചാൽ
പ്രസവം നടത്തിയോണ്ടേ അന്ന് പിന്നെ ട്രെയിലർ ആയതുകൊണ്ട് അന്നേരെ ജുബൈരി മേഡത്തിനോട് പറഞ്ഞത് കേട്ടിയാണ് ഒരു പ്രസവം കാറ് നിർത്തുകയാണ് പറഞ്ഞിട്ട്. അന്ന് ഞാനും ഓനും മാത്രമേ പുറത്തുനിന്ന് ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ അതാണ് അല്ല 2 ദിവസം മുന്നേ വരുന്നേ നല്ലത്. ആശി ആരാണെന്ന് പറഞ്ഞത്? എനിക്കറിയാം, കാരണം ഞാൻ ഇവിടെ കടന്നു ഇഞ്ചത്തേക്ക് എപ്പോഴും വന്നിരുന്നില്ലേ. ഇബ്രും കൊണ്ട് പറഞ്ഞാ ആണെന്നോ? മാഷാ അല്ലാ. അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു. എടി ഐറ്റാളെ അതിന്റെ മേലെ കൂടി കുത്തി മരുന്ന് കയറണ്. ഇറങ്ങിക്കോ, എന്റെ അമ്മാനത്ത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചെള്ളം ഉൾട്ടുന്നോ? ഏതായാലും പ്രസവം നിർത്തിയില്ലേ? അപ്പൊ 7 എണ്ണം കണക്കാ? ഞാന് കുട്ടിക്ക് മറ്റേ ഇത് വാങ്ങാൻ പോയത്. എന്ത്? ട്രൗസർ കുപ്പായം. അതല്ല, ഇജ് മുദ്രാവാക്യം മുറിച്ചു എന്നൊക്കെ പറഞ്ഞു. പെൺകുട്ടി സിന്ദാബാദ് ആണ്. പെൺകുട്ടി സിന്ദാബാന്ന് പറഞ്ഞത് അയരേജ് കണ്ടേ? ഞങ്ങളെ കുട്ടീനെ കണ്ടേജ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇന്നലെ പറയണ്ട കുട്ടി അൻസിബാക്കുന്റെ കുട്ടീനെ കാണാൻ പോണം. ആ ഓൾക്ക് എന്താ ടിസ ഉമ്മു കുൽസു. അല്ല ഇജ്ജ് കുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ടില്ല എന്നല്ലേ പരാതി ഉണ്ടല്ലോ? കുട്ടിക്ക് കൊടുത്തു, പെണ്ണുങ്ങൾക്ക് കൊടുത്തു, സിസ്റ്റർമാർക്ക് കൊടുത്തു. കുട്ടിക്ക് കൊടുത്തു, ഉമ്മാക്ക് കൊടുത്തു, സിസ്റ്റർമാർക്ക് കൊടുത്തു, ജെസിക്ക് കൂടികൾ കൊടുക്കാൻ. ജെസിക്ക് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോണ്ട്. ദാരിദ്ര്യല്ല, നമ്മളിന്ന് എപ്പോഴും കിട്ടുന്നുണ്ട്. അൻസിബ ആ കുട്ടിക്കൊരു ഉമ്മടുക്കതിന് ജസിക്കല്ലോ. ആ കുട്ടിക്ക് പറയാ അതങ്ങോട്ടൊക്കെ പോയി. ആരാ പേര് വരുന്നു? ആശയെ ആരാണ്? അയ്യോ കുട്ടിനെ കാണാൻ വേണ്ടി വരികയാണ്. നമ്മളവിടെ ഉണ്ട്. ആ ബേബി നോക്കണ അവിടെ. ഇക്കാക്കമാരെ നോട്ട ഏറിക്കാണോന്നൊരു സംശയമുണ്ട്. ആ ഇക്കാക്കമാരെ നോട്ടേ ഏറിക്കാണോന്നൊരു സംശയമുണ്ട്. ആശി ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല കുഞ്ഞോളെ. ആശി ഉണ്ടായതുകൊണ്ടേ തിരക്കടില്ല, എനിക്കറിയാം. ഇനിയിപ്പോ കുഞ്ഞോള് ആശിക്ക് സന്തോഷത്തിന്റെ ഭാരം ഒരു വളക്ക് ഊരി കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. ഹോസ്പിറ്റലിന്റെ ഞങ്ങളുടെ സെക്കൻഡോ ആഷിക്ക് വീട്ടില്